CMRL എക്സാലോജിക് ഇടപാട് അന്വേഷണത്തിന്റെ തുടർ നടപടിയിലേക്ക് കടന്ന ഇഡി വീണാറ്റിയുടെ മരവിപ്പിച്ച അക്കൗണ്ടിന്റെ ലോക്കർ തുറന്നു പരിശോധിക്കാൻ തീരുമാനം. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ അപ്പീലിനെ തെളിവുകൾ നിരത്തി ഇഡി എതിർക്കും. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്താണ് ഇഡിയുടെ അടുത്ത നീക്കം? വിഷ്ണു. ഉന്മേഷ്, ഈ റെയ്ഡിന് പിന്നാലെ തുടർ നടപടിയിലേക്ക് കടക്കുകയാണ് ഇഡി. അതായത് ഇന്നലെ ഈ റെയ്ഡിനുമായി ബന്ധപ്പെട്ടുള്ള അവലോകന യോഗം ചേർന്നിരുന്നു. അതിനുശേഷം മറ്റു നടപടികൾ സ്വീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇഡി പോവുകയാണ്. ഇതിൽ ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടത് നോട്ടീസ് നൽകുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് അനുമതിക്കായി ഡയറക്ടറേറ്റിനെ സമീപിച്ചിട്ടുണ്ട്. ഡയറക്ടറേറ്റിൽ നിന്ന് മറുപടി ലഭിച്ച ശേഷം നോട്ടീസ് നൽകാനുള്ള തീരുമാനത്തിലാണുള്ളത്. ഒപ്പം CMRലാകട്ടെ ഈ ഇഡി അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പ്രധാനമായും നീതി നിഷേധം ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച ഹർജി പരിഗണിക്കും. ഇഡി ആ ഹർജിയെ പൂർണ്ണ രീതിയിൽ തന്നെ എതിർക്കാനുള്ള തീരുമാനത്തിലാണുള്ളത്. കാരണം ഈ റെയ്ഡിന്റെ വിശദാംശങ്ങളടക്കം സീൽഡ് കവറിൽ ഹൈക്കോടതിയിൽ നൽകും. ഒപ്പം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ അനിവാര്യതയും കോടതി അറിയിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. തിങ്കളാഴ്ചയായിരിക്കും ഈ കേസിലെ പ്രധാനപ്പെട്ട നടപടികൾ ഉണ്ടാകുക. ഉന്മേഷ്. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.